ഗൾഫ് രാജ്യമായ ബഹ്റൈൻ 54-ാം ദേശീയ ദിനം ആഘോഷിച്ചു. അഭിമാനത്തിന്റെയും നേട്ടത്തിന്റെയും 54 വർഷങ്ങൾ ആഘോഷിച്ച ചടങ്ങുകൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചു. അതേസമയം യുഎഇയും ബഹ്റൈനും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്മരണയ്ക്കായി അബുദാബിയിൽ കിങ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ എന്ന പേരിൽ പുതിയ പാർക്ക് തുറന്നു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ സ്ഥാനാരോഹണ വാർഷികവും രാജ്യത്തിന്റെ ദേശീയ ദിനവും വിപുലമായി ആഘോഷിക്കുകയാണ് ബഹ്റൈനിലെ പൊതുസമൂഹം. ആഘോഷങ്ങളിൽ സ്വദേശികൾക്കൊപ്പം മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളും പങ്കെടുക്കുന്നു. സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും വലിയ സന്ദേശം ലോകത്തിന് നൽകിയാണ് ബഹ്റൈനിലെ ആഘോഷ പരിപാടികൾ. ബഹ്റൈൻ സാക്രി പാലസിൽ നടന്ന ദേശീയ ദിനാഘോഷ ചടങ്ങിൽ ഹമദ് രാജാവ് പങ്കെടുത്തു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ രാജകുടുംബാംഗങ്ങളും വിശിഷ്ട വ്യക്തികളും വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാരും പങ്കെടുത്തു. ദേശീയ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് 2 ദിവസം പൊതു അവധിയാണ്. ഇതിനിടെ യുഎഇ ബഹ്റൈൻ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ സ്മരണയ്ക്കായി അബുദാബിയിൽ കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ എന്ന പേരിൽ പാർക്ക് തുറന്നു. 1100-ലധികം ഗാഫ് മരങ്ങളുള്ള പാർക്കാണിത്. 700 മീറ്റർ നീളത്തിൽ എയർ കണ്ടീഷൻ ചെയ്ത നടപ്പാതയും പാർക്കിന്റെ ആകർഷണമാണ്. ഇതിനിടെ ദുബായ് വിമാനത്താവളത്തിലെത്തിയ ബഹ്റൈൻ യാത്രക്കാരെ ദുബായ് എമിഗ്രേഷൻ പൂച്ചെണ്ടും മദരവും ഷാളും നൽകി സ്വീകരിച്ചു. കൂടാതെ പാസ്പോർട്ടിൽ പ്രത്യേക സ്റ്റാമ്പ് പതിച്ചും ദുബായ് യാത്രക്കാരെ വരവേറ്റു. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.